லெட்டர் வந்திருக்கு பாரு. யாரோட கடிதாசி? அப்பாவை 2 நாள்ல ஜெயில இருந்து விடுதலை பண்ணுவாங்க பாட்டி. கடவுளே பாட்டி, நிஜமா எனக்கு இன்னைக்கு திரும்பி போனோம். ഷുഗർ കുറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് കൊടുക്കും മനുഷ്യ. ഇയാളാ ആലീസ് അല്ല പപ്പു പോലീസ്. ഈ തുണി എടുത്ത് ഒളിപ്പിക്കി. ഞാൻ പേടിയില്ലാത്ത ആളെ തുറക്കാൻ. വാതില് തുറക്കടാ. പിടിച്ചു നിർത്ത്. എന്താണോ തുറക്കാൻ ഇത്ര താമസം? സാറേ ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയല്ലോടാ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തുവാടാ ഒരു ഞരക്കം? പോയി കക്കൂസി പോയിട്ട് വാടാ. എന്താണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാണ്? അല്പം വിട്ടു വെക്കടാ. എന്തുവാടാ ഞാൻ ശബ്ദം ഉയർത്തിയ ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുക്കുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കലും മൂളലും. എന്താടാ ഇത്? ഇത് അലക്കിട്ട് തുണിയോ സാറേ, തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡ്ഡിയാണോ അതോ ചീനവലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സാർ. അപ്പൊ ഇവിടെ ആരും താമസം ഇല്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സാർ. പിന്നെ നീ വേറെ ആരും താമസം ഇല്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസം ഇല്ലാന്ന്, ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തനാക്കരുത്. ഞാനിപ്പോ വെടിവെച്ച് നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ? എന്റെ പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റൂ? കേട്ട് കളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. പറയടാ, ആരടാ ബാധ? സാറേ ബാധയുണ്ട് സാറേ. പറയടാ. കണ്ണൊക്കെ തള്ളി, പല്ലൊക്കെ ഉന്തി, വായിൽ ചോരയെ പറഞ്ഞില്ലേ ഇവിടെ ബാധ ഉണ്ടെന്ന്? ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലുണ്ടല്ലോ സാറ് പോലും അറിയാതെ മൂത്രമൊഴിച്ചു പോകും. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം, എനിക്ക് 2 മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം. ഇവിടെ സ്ഥിര താമസമാണോ? അതെ സർ. എന്നാൽ ആ ചീനവല മാറ്റിയിട്ട് നല്ല 2 അണ്ടർവെയർ വാങ്ങിച്ചു. എന്ത് തൊളയാലും ഞാൻ ഇത്രയും തൊള്ളയിട്ടിട്ടില്ല. മാറടാ. എന്റെ പൊന്ന് കൃഷ്ണ, കൊള്ളഞ്ചേരിയിലെ വിഗ്രഹം കാണാതെ പോയത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമേ. അനുഗ്രഹിക്കണമേ. ഓട്ടെ.